രണ്ടാം പാദവാർഷിക പരീക്ഷ 4ാം ക്ലാസ്സിലെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് പ്രവർത്തനം 1 നമുക്ക് നോക്കാം. വായിക്കാം, എഴുതാം. നോക്കൂ. കുഞ്ഞിക്കാറ്റ് ചിറകു വീശി തലയാട്ടിച്ചിരിക്കുന്ന ചെടികളെ തലോടി കാറ്റ് പുഴയുടെ മുകളിലേക്ക് പറന്നു. കാറ്റിനപ്പോൾ പൂക്കളുടെ ഗന്ധമായിരുന്നു. കാറ്റ് കടന്നു പോകുമ്പോൾ പുഴ ഓളങ്ങൾ ഇളക്കി കുണുങ്ങിച്ചിരിച്ചു. മീനുകൾ പുഴപ്പരപ്പിൽ വന്ന് നൃത്തം വെച്ചു. പുഴയും കടന്ന് കാറ്റ് വീണ്ടും പറന്നു. ഈ യാത്ര എവിടെയാ തീരുന്നത്? ഒപ്പം കൂടിയ പൂമ്പൊടിയുടെ ചോദ്യം കേട്ട് കാറ്റ് ചിരിച്ചു. കാറ്റിന്റെ ചിരിയിൽ പൂമ്പൊടി ഏതോ പൂവിൽ ഒളിച്ചു. മലമുകളിലേക്ക് കുതിക്കുമ്പോൾ കാറ്റൊന്നു കിതച്ചു. എങ്കിലും തളർന്നില്ല. ഒരു മൂളിപ്പാട്ടുമായി മലമുകളിലെ പൂമരത്തിൽ ചെന്നിരുന്നു. ഇലകളാട്ടി പൂക്കൾ ചൊരിഞ്ഞു. മരം കാറ്റിനെ സ്വീകരിച്ചു. ചുറ്റുമുള്ള ചെറുചെടികളും കുടുകുടെ ചിരിച്ചു. കാറ്റ് യാത്ര തുടങ്ങിയപ്പോൾ ചിരിച്ച അതേ ചിരി തന്നെ. ഇനി ക്വസ്റ്റ്യൻസ് ആയിട്ട് വായിച്ചു തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, കാറ്റ് ചിറക് വീശിയപ്പോൾ ചെടികൾ എന്താണ് ചെയ്തത്? തലയാട്ടി ചിരിച്ചു, അല്ലേ? തലയാട്ടി ചിരിച്ചു. ബി, മണം എന്ന വാക്കിന് പകരമായി ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഗന്ധം. ഗന്ധമാണ് ഉപയോഗിക്കുന്നത്. സി, കാറ്റിനൊപ്പം യാത്ര ചെയ്തത് ആരാണ്? ആരാണ് യാത്ര ചെയ്തത്? പൂമ്പൊടി. മരം കാറ്റിനെ സ്വീകരിച്ചത് എങ്ങനെയാണ്? ഇലകളാട്ടി പൂക്കൾ പൊഴിച്ചുകൊണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇലകളാട്ടി എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ്? ഇലകൾ പ്ലസ് ആട്ടി. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പൊ പാരഗ്രാഫ് നന്നായി വായിച്ച് ഈ ഉത്തരങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, വരികൾ കൂട്ടിച്ചേർക്കാം. കവിത വായിച്ച് അനുയോജ്യമായ വരികൾ കൂട്ടിച്ചേർക്കൂ. 4 വരികളിൽ കുറയരുത്. ഇടിച്ചു വീഴ്ത്തിയ കുന്നുകളെല്ലാം പൊടിച്ചു വന്നെങ്കിൽ, കുന്നിനു മുകളിൽ കുന്നിക്കുരുമണി കുലച്ചു നിന്നെങ്കിൽ, മുറിച്ചുണക്കിയ മരങ്ങളെല്ലാം തിരിച്ചു വന്നെങ്കിൽ. ഇതുപോലെ കവിത വായിച്ച് അനുയോജ്യമായ ഇനിയും 4 വരികൾ, അല്ലേ? ഇനി ഇതുപോലെ നമുക്ക് എഴുതാം, അല്ലേ? വേറെയും വരികൾ ചെയ്യാം. എന്താണ്? മുറിച്ചു മാറ്റിയ മരങ്ങളെല്ലാം പൊടിച്ചു വന്നെങ്കിൽ, പിന്നെ എന്താണ്? മരത്തിന് മുകളിൽ പൂവുകൾ കുലച്ചു നിന്നെങ്കിൽ, നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ 4 ലൈനായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോട്ടീസ് തയ്യാറാക്കാനാണ്. സ്കൂൾ തല ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗവുമായ മിന്നുമണിയാണ്. 2025 ഡിസംബർ 22 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് രക്ഷിതാക്കളെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നതിനായി വിശദ വിവരങ്ങൾ ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കുക. അപ്പൊ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ആദ്യം നോട്ടീസ് എന്ന് എഴുതുക. പിന്നെന്താണ് നമ്മുടെ പരിപാടി? എന്താണ്? ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ്, അല്ലേ? അതിലെ വിഷയം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഹെഡിങ് എഴുതുക. ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ്. അതാണ് വിഷയം. ക്രിക്കറ്റ് പരിശീലന ക്യാമ്പ് എന്ന് എഴുതുക. എന്നിട്ട് എന്താ എഴുതണേ? പ്രിയപ്പെട്ടവരെ, അല്ലേ? പ്രിയപ്പെട്ടവരെ അത് എഴുതിയിട്ട് പിന്നെ ഇതിൽ തന്നെ ഉണ്ട്, അല്ലേ, നിങ്ങൾക്ക് എഴുതാന്? അപ്പൊ എങ്ങനെ എഴുതുന്നത്? 2025 ഡിസംബർ 22 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നമ്മുടെ സ്കൂളിൽ വെച്ച്, നമ്മുടെ GMLP സ്കൂൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂൾ, അല്ലേ? നമ്മുടെ സ്കൂളിൽ വെച്ച് എന്ത് ചെയ്യുന്നു? 2025 ഡിസംബർ 22 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ ക്രിക്കറ്റ് തല പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം നടക്കപ്പെടുന്നു. ക്യാമ്പ് പഞ്ചായത്ത് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗമായ മിന്നുമണിയാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗവുമായ മിന്നുമണിയാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിലേക്ക് രക്ഷിതാക്കളെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ക്ഷണിക്കുന്നു എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും സ്വാഗതം ഇങ്ങനെ എഴുതി. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് എടുത്തെഴുതാം. അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് നോട്ടീസ് കംപ്ലീറ്റ് ആക്കുക. അടുത്തത് പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പത്രവാർത്ത എങ്ങനെയാണെന്ന് നോക്കാം. സച്ചിന്റെ സ്കൂൾ സമ്പൂർണ്ണ ഹൈടെക് ആയതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താഴെ നൽകുന്നു. അപ്പൊ ഉചിതമായ തലക്കെട്ട് നൽകി പത്രവാർത്ത തയ്യാറാക്കുക. അപ്പൊ കോളത്തിൽ എന്തെന്ന് നമ്മൾ എഴുതണം? സമ്പൂർണ്ണ ഹൈടെക് സ്കൂൾ, അല്ലേ? സമ്പൂർണ്ണ ഹൈടെക് സ്കൂളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എന്നിട്ട് എന്താ പറയണ്ടേ? നമ്മൾ ഇന്ന സ്ഥലം എഴുതുക. സച്ചിന്റെ സ്കൂളല്ലേ, അപ്പൊ സ്കൂളിന്റെ ഒരു സ്ഥലം കൊടുക്കുക. സ്ഥലത്തിന്റെ 2 കുത്ത് എടുത്തിട്ട് നമ്മൾ എന്ത് എഴുതണം?
സ്കൂൾ സമ്പൂർണ്ണ ഹൈടെക് അതിൻ്റെ ഉദ്ഘാടനം ഇന്ന ദിവസം നടന്നു. പഞ്ചായത്തിൻ്റെയും പി ടി എയുടെയും പൂർവ്വധാരണ സഹകരണത്തോടെയാണ് ഇത് ഈ നേട്ടത്തിന് കാരണമായത്. സംസ്ഥാന തലത്തിൽ മികച്ച നേട്ടം കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് കഴിഞ്ഞു എന്ന് ഉദ്ഘാടനം ചെയ്തതാരാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് സിൽവിയാണ് ഉദ്ഘാടനം ചെയ്തത്. അധ്യക്ഷൻ വാർഡ് മെമ്പറായ പ്രകാശനായിരുന്നു. സ്വാഗതം സ്കൂൾ ലീഡറായ അലീന പറഞ്ഞു. പിന്നെന്താ ആശംസ അർപ്പിച്ചത് പി ടി എ പ്രസിഡന്റായ ഹനീഫയാണ്. നന്ദി സുരേഷ് മാസ്റ്റർ നന്ദി പറഞ്ഞു. നന്ദിയോടുകൂടി ചടങ്ങുകൾ അവസാനിച്ചു എന്നും പറഞ്ഞിട്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, വാർഡ് മെമ്പർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വേണം പത്രവാർത്ത തയ്യാറാക്കാൻ. അടുത്തത് സംഭാഷണം എഴുതാനാണ്. വാവ ജീവനെ കാക്കുന്നു എന്ന പാഠഭാഗത്ത് ചുട്ടരിക്കപ്പെട്ട കാട്ടിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയ ആനയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വാസസ്ഥലം നഷ്ടപ്പെട്ട ആനയുടെ സങ്കടങ്ങൾ എന്തൊക്കെയായിരിക്കും? അവ അറിയാൻ കുട്ടിക്ക് ആകാംക്ഷയുണ്ടായി. അവർ തമ്മിൽ എന്തൊക്കെയായും പറഞ്ഞിട്ടുണ്ടാവുക. സംഭാഷണ രൂപത്തിൽ എഴുതാനാണ്. അപ്പോൾ കുട്ടിയും ആനയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കാട് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണോ? അപ്പം എന്തായിരിക്കും ആന പറയുന്നത്? അതെ, അല്ലെങ്കിൽ അതെ അപ്പം നിങ്ങൾ എവിടെ ജീവിക്കുക ഇനി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആന പറയുകയാണ്, എന്താ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ കാട്ടിൽ നിന്ന് ഞങ്ങൾ വീട്ടിലേക്കാണ് ഞങ്ങൾക്ക് എവിടെയും പോകാൻ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് ആനയുടെ വിഷമങ്ങളൊക്കെ സങ്കടങ്ങളൊക്കെ പറയുന്നതും കുട്ടി അവനെ സമാധാനിപ്പിക്കുന്നതുമായിട്ടുള്ള രീതിയിൽ ഒരു സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കുറിപ്പ് തയ്യാറാക്കാമെന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഹിരോഷിമ ദിനവുമായി ബന്ധപ്പെട്ട് കൊളാഷ് തയ്യാറാക്കാൻ അൽഫിയ എടുത്ത ചില പത്രവാർത്തകളാണ് ചുവടിച്ചിരിക്കുന്നത്. അപ്പോൾ വാർത്തകളിലെ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി യുദ്ധത്തിനെതിരെ ഒരു കുറിപ്പ്. ഇപ്പോൾ യുദ്ധം ഒന്നിനും നല്ലതല്ല, യുദ്ധം നല്ല കാര്യമല്ല. അപ്പോൾ യുദ്ധം കൊണ്ട് ഒരുപാട് പേർക്ക് ഒരുപാട് പരിക്ക് ഏൽക്കും, ആൾക്കാരുടെ താമസ സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടും, പിന്നെ പട്ടിണിയും ഇതൊക്കെ രൂക്ഷമാവും. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്, യുദ്ധം ചെയ്യാൻ പാടില്ല, യുദ്ധം തെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ രചനാ പരിചയക്കുറിപ്പ് എഴുതാനാണ്. കവിത വായിച്ച് അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ താഴെ ഒരു കവിത തന്നിട്ടുണ്ട്, നിർഭയ എന്ന് പറയാം. മലയിടിച്ചു വരുന്ന യന്ത്രത്തിന്റെ വഴിയിൽ നിൽക്കുന്ന കൊച്ചു തുമ്പച്ചെടി, നെറുകയിൽ മഴമുത്തുകൾ പോലവ വെളുവെള്ള പൂക്കൾ വാരിയെറിഞ്ഞവൾ, അവളെ മൂളിക്കളിച്ചു ചുഴലുന്നു വെയിൽ കടിച്ചൊന്നു മിനുത്ത ചിറകുകൾ, ഇതളിൽ നോവാത്ത ചേർന്നുറങ്ങുന്ന പോൽ ഒരു കുരുന്നു ശലഭം, ചിരിക്കുന്ന പുലരി കാറ്റുകൾ, പൂങ്കളിപ്പാട്ടുകൾ, മലയിടിച്ചു വരുന്ന യന്ത്രത്തിന്റെ വഴിയിൽ നിൽക്കുന്ന കൊച്ചു തുമ്പച്ചെടി, വഴിയിൽ നിൽപ്പു ചമഞ്ഞു തുമ്പച്ചെടി. സുഗതകുമാരിയുടെ കവിതയാണ്. അപ്പം അല്ലേ, സുഗതകുമാരിയുടെ നിർഭയ എന്ന കവിതയാണിത്. ഇത് നമ്മുടെ അല്ലേ JCB അല്ലേ JCB കൊണ്ട് നമ്മൾ എന്താണ് മലയൊക്കെ ഇടിച്ച് വാരുകയാണ് അല്ലേ. അപ്പം അതിൻ്റെ ആ മലയിടിച്ച് വരുന്ന യന്ത്രത്തിന്റെ വഴിയുടെ അരികിൽ ആര് നിൽക്കുന്നുണ്ട്? ഒരു കുഞ്ഞു തുമ്പച്ചെടി നിൽക്കുന്നുണ്ട്. ആ തുമ്പച്ചെടിയുടെ പ്രത്യേകത പറയുന്നുണ്ട് അല്ലേ. വെളുത്ത മഴമുത്തുകൾ പോലെ വെള്ള പൂക്കൾ വാരി ഞാൻ അവിടെ നിൽക്കണം. സുന്ദരിയായ അതിനെ പോലും നശിപ്പിച്ച് കളയുകയാണ് അല്ലേ. അപ്പോൾ ഇത് വായിച്ചിട്ട് ഇത് മനസ്സിലായെന്ന രീതിയിൽ നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ഉത്തരങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.